നമസ്കാരം, ഞാൻ മരിയ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കാത്തിരിപ്പിനൊടുവിൽ ക്യാമറകൾക്ക് മുന്നിൽ രാഷ്ട്രീയ വനവാസം കഴിഞ്ഞെത്തിയ രാഹുൽ ആദ്യമായി ക്യാമറകൾക്ക് മുന്നിൽ. ഉത്തരേന്ത്യൻ കർഷക പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചയിൽ എന്നും കർഷകർക്കൊപ്പം എന്ന് പ്രഖ്യാപനം. നാളെ രാംലീല മൈതാനത്ത് നടക്കുന്ന കോൺഗ്രസ് കർഷക റാലിയിൽ രാഹുൽ പങ്കെടുക്കും. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും പാർട്ടി ഉപാധ്യക്ഷൻ. വിവാദ അവധിക്കാലത്തെക്കുറിച്ച് മാത്രം വിശദീകരണമില്ല. കർഷക റാലിക്ക് ശേഷം രാഹുൽ പോകുന്നത് സ്വന്തം മണ്ഡലമായ അമേഠിയിലേക്ക്. നേതാവിനെ കണ്ടെത്തുന്നവർക്ക് പ്രതിഫല വാഗ്ദാനവുമായി അമേഠിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കുറച്ചു ദിവസം മുമ്പ്. വിവാദങ്ങൾക്കിടെ രാഹുൽ ഉടൻ അധ്യക്ഷ പദവിയിലേക്കില്ലെന്ന് സൂചനകൾ. സ്ഥാനാരോഹണം ഡിസംബറിൽ AICC പ്ലീനറി സമ്മേളനം വരെ നീളുമെന്നും റിപ്പോർട്ട്. ക്ഷണിതാവായി ഒതുങ്ങുമോ? ജനറൽ സെക്രട്ടറി ആരാകുമെന്ന സസ്പെൻസ് നിലനിർത്തി CPM പാർട്ടി കോൺഗ്രസ് ക്ലൈമാക്സിലേക്ക്. യെച്ചൂരി തന്നെ നായകനാകാൻ സാധ്യത. VS കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഒതുങ്ങും. പ്രായപരിധിയിൽ VSന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അനുവദിച്ച ഇളവ് ഇക്കുറി ആവർത്തിക്കാൻ സാധ്യത കുറവെന്ന് സൂചന. CCയിൽ സ്ഥിരം ക്ഷണിതാവാക്കുന്നതിനോട് VS എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരിയെ പരസ്യമായി പിന്തുണച്ചു VS. തന്റെ വിജയം VSന്റെ വിജയം കൂടിയെന്ന് യെച്ചൂരിയുടെ മറുപടി. യെച്ചൂരിക്കെതിരെ SRP ചായ്വുമായി കേരള ഘടകം. സെക്രട്ടറി സ്ഥാനത്ത് താൻ തന്നെയാകുമെന്ന് പറയാതെ പറഞ്ഞ് യെച്ചൂരിയുടെ പത്രസമ്മേളനം. വരാനിരിക്കുന്നത് ചെറുപ്പക്കാർക്ക് ഇഷ്ടം തോന്നുന്ന മുഖം. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്. അടുപ്പമില്ലാത്തത് പാർട്ടിയോടെന്നും യെച്ചൂരി. വികസനത്തിന്റെ മോദി സ്റ്റൈൽ. 9 ദിവസം നീണ്ട ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് മോദി ഇന്ത്യയിൽ. ഫ്രാൻസ്, ജർമ്മനി, കാനഡ എന്നിവിടങ്ങളിൽ ധാരണയിലെത്തിയത് സുപ്രധാന കരാറുകളിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒളോന്തുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പുവെച്ചത് ആണവ സഹകരണം ഉൾപ്പെടെ 17 കരാറുകൾ. ഫ്രാൻസിൽ നിന്ന് 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ, 12,450 കോടിയുടെ എയർബസ് നിക്ഷേപം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ സഹകരണം ഉറപ്പിച്ച് ജർമ്മനി. 15 മുൻനിര കമ്പനി മേധാവികളുമായി നടത്തിയ ചർച്ച വിജയം. നഗരവികസനത്തിന് സംയുക്ത പ്രവർത്തന സംഘം. ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഉണർവ് പകർന്ന് ഇന്ത്യയും കാനഡയും. ഒപ്പുവെച്ചത് 13 കരാറുകൾ. 5 വർഷത്തേക്ക് ഇന്ത്യൻ ആണവ പദ്ധതികൾക്ക് 3000 ടൺ യുറേനിയം വാങ്ങാനും ധാരണ. താഴ്വരയിൽ അശാന്തി പടരുമ്പോൾ വിഘടനവാദി നേതാവ് മസ്രത്ത് ആലമിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുക്കുന്നു. ശ്രീനഗറിലെ നർബൽ ജില്ലയിൽ ഹുറിയത്ത് കോൺഫറൻസ് നടത്തിയ ബന്ദിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ 1 മരണം. കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ. പ്രതിഷേധവുമായി ഹുറിയത്ത് അനുകൂലികൾ. ആലമിന്റെ മോചനത്തിനായി ത്രാൽ മേഖലയിൽ ഇന്നലെ നടത്തിയ റാലിയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റത് പോലീസുകാർ ഉൾപ്പെടെ 16 പേർക്ക്. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.